ഹായ്, വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും സംശയങ്ങളും സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്നുള്ളത് ഒരു നല്ല ജോലിയാണോ? അതിന് ഗുണങ്ങളും ദോഷഫലങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയാം. VFAക്ക് പ്രിലിംസ് ഇല്ല, ഒരൊറ്റ എക്സാമേ ഉള്ളൂ. ഒറ്റ എക്സാം ക്ലിയർ ചെയ്താൽ നന്നായിട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റും. അത് ഈ എക്സാമിൻ്റെ ഒരു വലിയ ബെനിഫിറ്റാണ്. 2 എക്സാം ഇല്ല, ഒരൊറ്റ എക്സാമേ ഉള്ളൂ. അപ്പോൾ VFA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ VFAയുടെ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റവന്യൂ വകുപ്പിലാണ് VFAക്ക് ജോലി. റവന്യൂ വകുപ്പിലാണ് ജോലി. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിലൊന്നാണ് റവന്യൂ എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതിൽ തന്നെ റവന്യൂ വകുപ്പിലാണ് എനിക്ക് ജോലി എന്ന് പറയുന്നത് നമുക്കൊരു ഭയങ്കര ബെനിഫിറ്റ് അല്ലേ. അപ്പം അതാണ് അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത് അതിൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് 10th ആണ്. നേരത്തെ 7ാം ക്ലാസ് ആയിരുന്നു, പക്ഷേ ഇപ്പം 10th ആണ്. പക്ഷേ സാലറി സ്കെയിൽ ഇപ്പോഴും കൂട്ടിയിട്ടില്ല, കൂട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റേതായ ചർച്ചകളും സംഭവങ്ങളും ഇതുമൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോഴും സാലറി പറയുന്നത് 23,700 മൊത്തത്തിൽ 33 to 34K ഒക്കെ പറയപ്പെടുന്നു. പിന്നെ ഇവിടെ പറയാമോ എന്നറിയത്തില്ല, ഇത് ഫീൽഡ് ജോലിയാണെന്നറിയാലോ. അപ്പോൾ അത്യാവശ്യം TA സംഭവങ്ങളും അല്ലാതെ ഫണ്ടും ഒക്കെ കിട്ടുന്ന ജോലിയാണ് ഇത്. പിന്നെ വില്ലേജിലെ ഫീൽഡ് ജോലികളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, വില്ലേജിലെ ഫീൽഡ് ജോലികളാണ്. അപ്പം അതിന് TA ഒക്കെ ഉണ്ടാവും. TA നമ്മൾ പോകുന്നതിൻ്റെ എക്സ്പെൻസ് സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൂടാതെ അവിടുന്ന് ചിലപ്പോൾ ഈ മടക്കൊക്കെ ഇച്ചിരിയൊക്കെ കിട്ടും. അങ്ങനെ മേടിക്കരുത്. നമ്മൾക്ക് സാലറി കിട്ടുന്നതിനാണ് നമുക്ക് ഇത് തരുന്നത്. ഞാനങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അതാണ് വില്ലേജിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത. അപ്പോൾ ഫീൽഡ് ജോലികളായതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഓഫീസിൽ തന്നെ ഇരിക്കുമോ അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം പുറത്ത് പോയി നമ്മുടേതായ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ടൈം കിട്ടും. വേറെ പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. പിന്നെ ഇതിന് പ്രൊമോഷൻ സാധ്യത കുറവാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ന്യൂനത എന്ന് പറയുന്നത്. പ്രൊമോഷൻ സാധ്യത കുറവാണ്. പക്ഷേ LDC ബൈ ട്രാൻസ്ഫർ നിയമനം ഉണ്ടല്ലോ, അതിന് അപേക്ഷിക്കാൻ ഇത് മതി. പ്രൊമോഷൻ സാധ്യത കുറവാണെങ്കിലും LDC ബൈ ട്രാൻസ്ഫർ നിയമനത്തിന് ഇത് മതി. അതിൻ്റെ കാര്യം അറിയാലോ എല്ലാവർക്കും. 40% നമുക്ക് മാർക്കുണ്ടെങ്കിൽ നമുക്ക് LDC റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റും. അതാണ് LDC ബൈ ട്രാൻസ്ഫർ വഴി നിയമനത്തിന് അപേക്ഷിക്കാമെന്ന് പറയുന്നത്. അടുത്തത്, കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഏകദേശം 1850 പേരെയോളം നമ്മൾ നിയമിച്ചിട്ടുണ്ട്. VFA എല്ലാ നാട്ടിലും കൂടി, എല്ലാ ജില്ലയിലും കൂടി 850 പേര് കൂടുതൽ നിയമനങ്ങൾ ഇപ്പം തന്നെ നടന്നിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 2027 തീരുവാണ്. 2027 സെപ്റ്റംബറിലൊക്കെ തീരുന്ന ഒരുപാട് റാങ്ക് ലിസ്റ്റുകളുണ്ട്. അപ്പം നവംബറിൽ തീരുന്ന റാങ്ക് ലിസ്റ്റുകളുണ്ട്. അപ്പോൾ അടുത്ത മാസം സെപ്റ്റംബറോടുകൂടി എക്സാം ഡേറ്റ് ഉണ്ടാവും. എക്സാം നടക്കുന്നത് സെപ്റ്റംബറിലായിരിക്കും. കാരണം നമുക്ക് നവംബർ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേനും അടുത്ത ലിസ്റ്റ് വരണം. പല ലിസ്റ്റുകളും പല ജില്ലയിലെ ലിസ്റ്റുകളുടെ കാലാവധി അപ്പോൾ തീരുവാണ്. അത് കാരണം അതുകൊണ്ട് എക്സാം സെപ്റ്റംബറിലുണ്ടായിരിക്കും. ഒരൊറ്റ എക്സാമേ ഉള്ളൂ. ഇതിനു വേണ്ടി മാത്രം മെനക്കെട്ടിരുന്ന് പഠിച്ചാൽ നമുക്ക് VFA ആകാൻ പറ്റും. ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ജോലി എന്ന് വിചാരിച്ച് പഠിക്കുകയൊക്കെ ആണെങ്കിൽ VFA ഒരു നല്ല ചോയ്സാണ് ഞാൻ നോക്കിയിട്ട്. പിന്നെ സിലബസ് LDC സിലബസാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു സിലബസ് എന്ന് പറഞ്ഞത് LDCയുടെ തന്നെ സിലബസാണ്. അപ്പം ഇതിന് LDCക്ക് ഇതിനായി പ്രിപ്പയർ ഞാൻ പറയുകയാണെങ്കിൽ ഇതിനായി പ്രിപ്പയർ ചെയ്യുക. LDCക്ക് 2 പ്രിലിംസും ഉണ്ട്, ഇതും ഉണ്ട്. ഇപ്പോൾ 2 പ്രിലിംസിന് വേണ്ടിയും പഠിക്കണം, LDCക്ക് വേണ്ടിയും പഠിക്കണം. പക്ഷേ LDC വിട്ട് കളയണമെന്നല്ല കേട്ടോ. അപ്പോൾ LDC സിലബസ്
കവർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത് ഉറപ്പായും നമുക്ക് നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ കിടക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് VFAയുടെ ഗുണഗണങ്ങൾ. അതിൻ്റെ ആകപ്പാടെ രണ്ട് പിന്നെ പ്രമോഷൻ സാധ്യത കുറവാണ്, സാലറിയും LDC വെച്ച് നോക്കിയാൽ കുറവാണെന്നുള്ളതാണ് ഇതിൻ്റെ രണ്ട് ന്യൂനത എന്ന് പറയാൻ പറ്റുന്നുണ്ട്. ഏറ്റവും വലിയ ഞാൻ ക്വാളിറ്റി ആയിട്ട് പറയുന്നത് ഇതിന് പ്രിലിംസ് ഇല്ല, നമുക്ക് ഡയറക്റ്റ് എക്സാം എഴുതാം, ഒറ്റ പരീക്ഷ എഴുതിയാൽ കയറാം. റവന്യൂ വകുപ്പിലാണ് ജോലി. അപ്പോൾ അടുത്ത വീഡിയോ